നമ്മൾ ഇത്രയധികം പരിശ്രമിച്ചിട്ടും നമ്മുടെ ബന്ധങ്ങൾ വളരെയധികം ദുർബലമായി തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ബന്ധങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അത്രയധികം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവ വീണ്ടും അതുപോലെ തന്നെ ദുർബലമായി തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മൾ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും പുറമേ മാത്രമാണ് ചെയ്യുന്നത്. ഒപ്പം ഇതേ ബന്ധങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിൽ മറ്റനവധി കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാറുമുണ്ട്. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതെല്ലാം അവരിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എവിടെയാണ് ക്രിയേറ്റ് ആകുന്നത്? ഇവിടെ. നമ്മുടെ മനസ്സിൽ നിന്നുമാണ് നമ്മുടെ ബന്ധങ്ങൾ ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ ജോലികൾ എവിടെ നിന്നാണ് ക്രിയേറ്റഡ് ആവുന്നത്? നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മുടെ പ്രൊഫഷനൊക്കെ എവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്? ഇവിടെ, നമ്മുടെ മനസ്സിൽ നിന്നും, അല്ലേ? നമ്മുടെ ഈ എൻവയർമെൻറ്റ് എവിടെ നിന്നുമാണ് ക്രിയേറ്റഡ് ആവുന്നത്? ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ചിന്തകളും വൈബ്രേഷൻസും റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചിന്തകളും വൈബ്രേഷൻസും നമുക്ക് ചുറ്റുമുള്ള വായുവിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളും എനർജിയും വെള്ളത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ചിന്തകളും എനർജികളും നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളിലും പക്ഷികളിലും വരെ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നു. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമ്മുടെ ചിന്തകൾക്ക് പ്രകൃതിയെപ്പോലും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ചെടികളിൽ നമ്മുടെ ചിന്തകൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളിൽ നമ്മുടെ ചിന്തകളുടെ ഇഫക്റ്റ് ഉണ്ടാകാറുണ്ട്. ഇത് നിങ്ങളിൽ ആർക്കൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിനെ ഒരു പരീക്ഷണമായി ചെയ്തു നോക്കാം. ഏതെങ്കിലും ഒരു ചെടിക്ക് ഒരു മാസം എല്ലാ ദിവസവും വളരെ മുഷിപ്പോടുകൂടി വെള്ളം ഒഴിക്കാൻ തുടങ്ങണം. എനിക്ക് എന്തെല്ലാം ജോലികളാണുള്ളത്, അല്ലെങ്കിൽ തന്നെ എല്ലാം വൈകി. ഈ ചെടിക്ക് വെള്ളമൊഴിക്കൽ എൻ്റെ മാത്രം ജോലിയാണ്. ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ബാക്കി ആർക്കും ഒന്നും ചെയ്യേണ്ട. ചെടി കൊണ്ടുവന്നു വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. വെള്ളമൊഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. എന്നാൽ അതോടൊപ്പം ചെടിക്ക് നന്നായി വെള്ളമൊഴിക്കുകയും വേണം. വെള്ളമൊഴിക്കുന്ന സമയത്ത് ആ ചെടിക്ക് വേണ്ടി നിങ്ങൾ സൃഷ്ടിക്കുന്ന ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്നതാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളിൽ ഒരു നിസ്സഹായതയാണ് ഉള്ളത്, ബുദ്ധിമുട്ടാണ് ഉള്ളത്. നീ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്നൊരു മട്ടാണ് നിങ്ങൾക്ക് ആ ചെടിയോടുള്ളത്. മറ്റൊരു വിധത്തിലും നമുക്ക് ആ ചെടിക്ക് വെള്ളമൊഴിക്കാൻ കഴിയും. സ്നേഹത്തോടെ ആ ചെടിയെ തൊട്ട് തലോടിക്കൊണ്ട് വളരെ വാത്സല്യത്തോടെയും നമുക്ക് ആ ചെടിക്ക് വെള്ളമൊഴിക്കാൻ കഴിയും. മാത്രമല്ല, നമുക്ക് ആ ചെടിയോട് നന്ദി പറയുകയും ചെയ്യാം. എൻ്റെ വീട്ടിലേക്ക് വന്നതിന് നന്ദി എന്ന് ആ ചെടിയോട് പറയാം. ഒപ്പം വെള്ളവും ഒഴിക്കാം. വെള്ളം അത് തന്നെയാണ്, പക്ഷേ അതിലേക്ക് വരുന്ന വൈബ്രേഷൻസ് വ്യത്യസ്തമാണ്. പ്രകൃതി, എൻവയൺമെൻറ്റ് ഇന്ന് വളരെയധികം മലിനമായി മാറിയിരിക്കുകയാണ്. വെള്ളം ക്ലീൻ അല്ല, പച്ചക്കറികളിൽ ഗുണമില്ല, പഴങ്ങളിൽ ശക്തിയില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. വെള്ളത്തിലും പച്ചക്കറികളിലും പഴങ്ങളിലും ഉണ്ടായിരുന്ന ശക്തിയൊക്കെ എവിടെ പോയി? നമ്മുടെ ഉള്ളിലുള്ള എങ്സൈറ്റി, ഫിയർ, പാനിക് എന്നിവയുടെ വൈബ്രേഷൻസ് എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ വെള്ളത്തിലും പച്ചക്കറികളിലും പഴങ്ങളിലുമൊക്കെ ഈ വൈബ്രേഷൻസ് തന്നെയാണ് ഉള്ളത്. ഈ സൃഷ്ടിയുടെ ഓരോ ഘട്ടങ്ങളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ആശങ്കയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തെ മാറ്റാനായി ധാരാളം പരിശ്രമങ്ങളും നടത്തി വരുന്നു. ഈ ലോകത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ
നമ്മൾ ഈ ലോകത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങളെ ശരിയാക്കാനായി നമ്മൾ മറ്റുള്ളവരെ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തെ ഹെൽത്തിയാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശരീരത്തിനു മേലാണ് പരിശ്രമിക്കുന്നത്. നമ്മൾ എല്ലാത്തിനു വേണ്ടിയും നന്നായി പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ അന്തരീക്ഷത്തെ ക്ലീൻ ആക്കാനായി പോലും പരിശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി ഒട്ടും ശ്രദ്ധ നൽകാറില്ല. അതുകൊണ്ടാണ് ഈ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. സങ്കൽപ് സേ സൃഷ്ടി. സങ്കല്പമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം നിർമ്മിക്കുന്നത്. അല്ലാതെ ലോകം നമ്മുടെ ഉള്ളിലെ സങ്കല്പങ്ങളെ സൃഷ്ടിക്കുന്നു എന്നതല്ല. അതല്ല ശരി. ഇതിന് പകരമായി നമ്മൾ എന്താണ് പറയാറുള്ളത്? എൻ്റെ ബന്ധങ്ങളെല്ലാം ശരിയായി മാറിയാൽ എനിക്ക് വളരെ സന്തോഷമാകും. അതായത് സൃഷ്ടിയിലൂടെ സങ്കല്പം ശരിയാകുക. എൻ്റെ ഈ അസുഖം മാറിയാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കും. അഥവാ സൃഷ്ടിയിലൂടെ എൻ്റെ സങ്കല്പങ്ങൾ ശരിയായി മാറും. എൻ്റെ ജോലി വളരെ നല്ലതായാൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും. ഇത് സൃഷ്ടിയിലൂടെ സങ്കല്പം ഉണ്ടാവുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സൃഷ്ടി സേ സങ്കൽപ്പ്, ഇറ്റ് ഈസ് സങ്കൽപ് സേ സൃഷ്ടി. ഇനി പറയൂ, ഞാൻ എപ്പോഴാണ് സന്തോഷമായിരിക്കുക? സന്തോഷമായി ഇരുന്നാൽ ആരോഗ്യത്തോടെ ഇരിക്കുമോ അതോ ആരോഗ്യമായി ഇരുന്നാൽ സന്തോഷമുണ്ടാവുമോ? സന്തോഷത്തോടെ ഇരുന്നാൽ ബന്ധങ്ങൾ നന്നായിരിക്കുമോ അതോ ബന്ധങ്ങൾ നന്നായാൽ സന്തോഷമായിരിക്കുമോ? പറയൂ, ഏതാണ് ശരി? ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഇത്രയധികം പരിശ്രമിക്കേണ്ട ആവശ്യം തന്നെ എന്താണ്? ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പരിശ്രമിക്കേണ്ടതായി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം പരിശ്രമം വേണമെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്? എന്തെന്നാൽ നമ്മൾ ഒരു വിധത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതുമാത്രമല്ല, എവിടെയാണോ നമുക്ക് പരിപൂർണമായ കൺട്രോൾ ഉള്ളത് അവിടേക്ക് നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധ നൽകുന്നുമില്ല. ഉദാഹരണത്തിന്, ഇത് വളരെ വലിയ ഒരു ബിൽഡിംഗ് ആണ്. ഈ വലിയ ബിൽഡിങ്ങിൻ്റെ എല്ലാ ലൈറ്റുകളുടെയും AC-യുടെയും ഫാനിൻ്റെയും ഇതിൻ്റെ എല്ലാം കൺട്രോൾ റൂം ഒരിടത്താണ് ഉണ്ടാവുക. ആ കൺട്രോൾ റൂമിലെ ഏതെങ്കിലും ഒരു ബട്ടൺ ചേഞ്ച് ആയാൽ പോലും മറ്റെല്ലാ കാര്യങ്ങളിലും ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ആ ചേഞ്ച് ആയ ഒരു ബട്ടനെ ശരിയാക്കുന്നതിന് പകരം ഓരോ മുറികളിലേക്കും ഓടുന്നു, പല പല ഫ്ലോറുകളിലേക്കും ഓടുന്നു. 10 ഫ്ലോറിലേക്ക് പോയി അവിടെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴേക്കും 5th ഫ്ലോറിലെ ലൈറ്റ് പോകുന്നു. ഒരു കാര്യത്തിൽ പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം ഇഗ്നോർഡ് ആകുന്നു. രണ്ടാമതൊരു കാര്യം ശരിയാക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു കാര്യം ആകെ താറുമാറാവുന്നു. ഒരു ബന്ധങ്ങളിലും ആൾക്കാർക്ക് സന്തുഷ്ടത ലഭിക്കുന്നതേയില്ല. ഒരാളെ സന്തോഷിപ്പിച്ചാൽ മറ്റൊരാൾ ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായി മാറിപ്പോയി. ജീവിതം ഒരു സ്ട്രഗിളായി മാറിയിരിക്കുന്നു. ഇതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കൺട്രോൾ റൂമിലേക്ക് ഒട്ടും തന്നെ പോകുന്നില്ല. കൺട്രോൾ റൂം എവിടെയാണ്? ഇവിടെ, നമ്മുടെ മനസ്സിൽ. നമ്മുടെ മനസ്സിൽ ഒരു ബട്ടൺ ശരിയായ രീതിയിൽ അമർത്തിയാൽ നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ ചേഞ്ച് ആകും. അതുപോലെ തന്നെ ഒരു ബട്ടൺ റോങ് ആയി അമർത്തിയാലും നിങ്ങളുടെ മുഴുവൻ ലോകവും അതുപോലെ തന്നെ റോങ് ആയി മാറുകയും ചെയ്യും. ഇനി ദിവസത്തിൽ ഇടയ്ക്കിടെ ഈ കൺട്രോൾ റൂമിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താനാവുമോ? അതിനുള്ള സമയം നിങ്ങളുടെ പക്കലുണ്ടോ? പറയൂ, സമയമുണ്ടോ? നിങ്ങളുടെ പക്കൽ സമയമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ടൈം ഈസ് നോട്ട് എബൌട്ട് ടൈം. സമയം എന്നത് വളരെ ലളിതമായ ഒരു വാക്കു മാത്രമാണ്. നമ്മൾ എന്തിനാണ് മുൻഗണന നൽകുന്നത് എന്നതാണ് പ്രാധാന്യം. ഇറ്റ്സ് അബൌട്ട് പ്രയോറിറ്റി. നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണ് പ്രയോറിറ്റി നൽകുന്നത് എന്നതാണ് പ്രധാനം. മനസ്സിന് മുൻഗണന നൽകാത്ത ഒരാൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും.
പക്ഷേ സ്വന്തം മനസ്സിനോടൊപ്പം അല്പം സമയം പോലും ചെലവഴിക്കില്ല. ആരാണോ മനസ്സിന് മുൻഗണന അഥവാ പ്രാധാന്യം നൽകുന്നത് അവർ സ്വന്തം മനസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകും. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ സ്വതവേ ശരിയായി നടക്കുകയും ചെയ്യും. കാരണം സങ്കല്പങ്ങളിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം നിർമ്മിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഈ ബിൽഡിങ്ങിൽ 10 ഫ്ലോർ ഉണ്ട് എന്ന് കരുതുക. നമ്മൾ ഓരോ മുറിയിലും ഓരോ ഫ്ലോറിലേക്കും ഓടി ഓടി കാര്യങ്ങൾ ചെയ്യാനായി ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുകളിലേക്ക് താഴേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയായാൽ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായി മാറുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പറയൂ, നമ്മുടെ ജീവിതം എങ്ങനെയാകും? ഒന്നാമതായി നമ്മുടെ ജീവിതം വളരെ ക്ഷീണം നിറഞ്ഞതായി മാറും. ടയേർഡ് ലൈഫ്. രണ്ടാമതായി നമുക്ക് ഒന്നിനും സമയമുണ്ടാവില്ല. ഓൾവേസ് ഷോർട്ട് ഓഫ് ടൈം. കാരണം നമ്മൾക്ക് അങ്ങോട്ടിങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഓടണം, താഴേക്ക് ഓടണം. ഒന്നാമതായി ക്ഷീണിച്ച ജീവിതം, സമയവുമില്ല. കൂടാതെ എല്ലാത്തിലും പ്രധാനമായി നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടും മുഴുവൻ ബിൽഡിങ്ങിലെയും ലൈറ്റ് ഓൺ ആവുകയുമില്ല. അഥവാ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒന്നും തന്നെ പെർഫെക്റ്റായി മാറുന്നില്ല. എന്തെന്നാൽ നമ്മൾ സൃഷ്ടിയിൽ നിന്നും സങ്കല്പം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അഥവാ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ ചിന്തകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രം ഞാൻ സന്തോഷമായിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. എനിക്ക് സന്തോഷം വേണം, ശാന്തി വേണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത്ഭുതം സൃഷ്ടിക്കുക അഥവാ ക്രിയേറ്റിംഗ് എ മിറാക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ മുറിയെ ഉപേക്ഷിച്ച് കൺട്രോൾ റൂമിലേക്ക് ആദ്യം കടന്നു ചെന്ന് ഒരു ബട്ടൺ അമർത്തുക. അപ്പോൾ ലൈറ്റ് ഓൺ ആവും. ഇതൊന്നും അത്ഭുതങ്ങളോ വിസ്മയങ്ങളോ ഒന്നുമല്ല. മാത്രമല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാത്ത ഒരാൾ പോലും നമുക്ക് ചുറ്റും ഇല്ല. ഇത് തന്നെ പറയണം. ഇതൊക്കെ ജീവിതത്തിൽ വളരെ നോർമലായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മൾ നോർമലായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കത് അത്ഭുതങ്ങളാണ് എന്ന് തോന്നുന്നത്. നോർമലായ കാര്യങ്ങൾ എന്നാൽ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായി മനസ്സിൻ്റെ ശക്തികളെ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം.